വികസനത്തിന് ഊന്നൽ നൽകിയുള്ള 2025-26 ബജറ്റാണ് ധനമന്ത്രി ബാലഗോപാൽ അവതരിപ്പിച്ചത്. 2 മണിക്കൂർ 33 മിനിറ്റ് നീണ്ടുനിന്ന ബജറ്റ് പ്രസംഗത്തിൽ ഉടനീളം വികസനത്തിന് ഊന്നൽ നൽകിയിട്ടുള്ളതായിരുന്നു. ക്ഷേമ പെൻഷനിൽ വർധനവില്ല, ആരോഗ്യ മേഖലയ്ക്ക് വമ്പൻ തുക മാറ്റിവെച്ചു, കാരുണ്യ സുരക്ഷാ പദ്ധതിക്ക് കോടികൾ മാറ്റിവെച്ചിട്ടുണ്ട്. സംസ്ഥാന ബജറ്റിൽ ഏറ്റവും പ്രധാനം സർക്കാർ ജീവനക്കാർക്ക് ആശ്വാസമാണെന്നുള്ളതാണ്. ശമ്പള പരിഷ്കരണ കുടിശ്ശികയിൽ 2 ഗഡു ഈ വർഷം PF-ൽ ലയിപ്പിക്കുമെന്ന പ്രഖ്യാപനം വന്നിട്ടുണ്ട്. ബിനിൽ ലീല സാബുണ്ട്. ബിനിൽ, 2 മണിക്കൂർ 33 മിനിറ്റ് നീണ്ടുനിന്ന KN ബാലഗോപാലിന്റെ ബജറ്റ് അവതരണം ക്ഷേമത്തിനും വികസനത്തിനുമാണ് ഊന്നൽ. പക്ഷേ ക്ഷേമ പെൻഷനിൽ വർധനവില്ല. എങ്ങനെയാണ് ഈ ബജറ്റിന്റെ ഒരു പൊതുരൂപം? സേതു, തീർച്ചയായിട്ടും അതുതന്നെയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് വൻതുക പല പദ്ധതികൾക്കായി മാറ്റിവെച്ചിട്ടുണ്ട്. അപ്പോഴും ഏവരും ഉറ്റുനോക്കിയത് ക്ഷേമ പെൻഷനിൽ വർധനവുണ്ടാകുമോ എന്നുള്ളതാണ്. ഇന്ന് രാവിലെ ധനമന്ത്രി മാധ്യമത്തിൽ കണ്ടപ്പോഴും പറഞ്ഞത് കുടിശ്ശികയുണ്ട്, 3 മാസത്തെ കുടിശ്ശികയാണ് ഉള്ളത്, അത് കൊടുത്തു തീർക്കും, അതിനാണ് പ്രാധാന്യമെന്ന് രാവിലെ തന്നെ പറഞ്ഞിരുന്നു. എങ്കിലും ഒരു വർധനവ് ക്ഷേമ പെൻഷനിൽ ഉണ്ടാകുമെന്ന് പ്രതീക്ഷിച്ചതാണ്. പക്ഷേ ക്ഷേമ പെൻഷനിൽ വർധനവില്ല. ആ 3 മാസത്തെ കുടിശ്ശിക കൊടുത്തു തീർക്കാനുള്ള ശ്രമമാണ് സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനുള്ള ഏറ്റവും പ്രധാന കാരണം 1000 കോടി രൂപയാണ് ഈ കുടിശ്ശിക തുക ഒരു തവണ കൊടുത്തു തീർക്കാനുള്ളത്. അങ്ങനെ 3000 കോടി രൂപ അതിനുവേണ്ടി മാത്രം വേണം. നേരത്തെ തന്നെ ധനമന്ത്രി പറയുന്നത് ഈ കേന്ദ്രത്തിലുള്ള വരുമാനം, അതായത് കേന്ദ്രത്തിലുള്ള ഈ വിഹിതം ലഭിക്കുന്നത് വലിയ രീതിയിൽ വെട്ടിക്കുറച്ചിട്ടുണ്ട്. അങ്ങനെ സർക്കാർ ധനപ്രതിസന്ധി നേരിടുന്നുണ്ട്. അതുകൊണ്ട് വർധനവിലേക്ക് പോകാൻ കഴിയില്ല എന്നൊരു വിവരമാണ്, അല്ലെങ്കിൽ അത്തരം ഒരു യാഥാർത്ഥ്യത്തിലേക്ക് കടന്നുകൊണ്ടുള്ള ബജറ്റിലുള്ള പ്രഖ്യാപനമാണ് വന്നിരിക്കുന്നത്. എന്തായാലും വൻകിട പദ്ധതികൾക്ക് നേരത്തെ പറഞ്ഞതുപോലെ പണം മാറ്റിവെച്ചിട്ടുണ്ട്. കിഫ്ബിയിൽ എന്ത് പദ്ധതി എന്നുള്ളതായിരുന്നു ഏവരും ഉറ്റുനോക്കിയ മറ്റൊരു കാര്യം. കാരണം കഴിഞ്ഞ 2 ബജറ്റുകളിൽ അങ്ങനെ വലിയ പ്രഖ്യാപനങ്ങളൊന്നും കിഫ്ബിയുമായി ബന്ധപ്പെട്ട് ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇപ്പോൾ 1000 കോടിയുടെ പദ്ധതി പദ്ധതി മാറ്റിവെക്കുമെന്ന് പറയുന്നു. പക്ഷേ അപ്പോഴും അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് കിഫ്ബിയിലുള്ള പദ്ധതികളിലെ ടോളാണ്. ആ ടോൾ പിരിവ് ഉണ്ടാകും എന്നുള്ള സൂചനയും പറയുന്നുണ്ട്. പ്രധാനപ്പെട്ട, അതായത് പദ്ധതികൾ, വരുമാനമുള്ള പദ്ധതികൾ തുടങ്ങും എന്നുള്ളതാണ്. കിഫ്ബി വഴി വരുമാനമുള്ള പദ്ധതികൾ തുടങ്ങുമ്പോൾ ആ വരുമാനം, അതായത് കേന്ദ്രത്തിൽ നിന്ന് നിലവിൽ പണം ലഭിക്കുന്നത്, വായ്പ അനുവദിക്കുന്നത് ഇതുവഴിയല്ല. അതായത് കിഫ്ബിയിലുള്ള പദ്ധതികളിൽ നിന്നും വായ്പ എടുക്കുന്നതിന് അനുവദിക്കില്ല. കാരണം അതിന് വരുമാനമില്ല എന്ന് ചൂണ്ടിക്കാട്ടിയത് കൊണ്ടാണ് അങ്ങനെയാണ് ടോൾ പിരിവിലേക്ക് അടക്കം പോയത്. ഇപ്പോൾ കൂടുതൽ പദ്ധതികൾ അതിൽ പ്രഖ്യാപിക്കുന്നു. 1000 കോടിയുടെ പദ്ധതിയാണ് ഇപ്പോൾ കിഫ്ബി വഴി പ്രഖ്യാപിച്ചിട്ടുള്ളത്. അതെന്തായാലും ബജറ്റിൽ 2 വർഷം ഉണ്ടായിരുന്നില്ല, പക്ഷേ ഇപ്പോൾ അത് പ്രഖ്യാപിച്ചിരിക്കുന്നു. മറ്റൊന്ന് വിഭവ സമാഹരണമാണ്. വിഭവ സമാഹരണത്തിന് സർക്കാർ എന്തൊക്കെ ചെയ്യുന്നു എന്നുള്ളതായിരുന്നു ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം. കാരണം അത് സേവനങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിച്ചാൽ സാധാരണക്കാരന് അത് വലിയ തിരിച്ചടിയാവും, ബുദ്ധിമുട്ടാകും. എന്തായാലും ഭൂനികുതി വർദ്ധിപ്പിക്കാൻ തീരുമാനിച്ചു. അത് സാധാരണക്കാരനെ ബാധിക്കുന്ന കാര്യമാണ്. 50% വർധനമാണ് അതിലുള്ളത്. എന്തായാലും കേന്ദ്രത്തിൽ നിന്നുള്ള പണം ലഭിക്കുന്നതിൽ, സംസ്ഥാനത്തിന് വിഹിതം ലഭിക്കുന്നതിൽ, അല്ലെങ്കിൽ കടമെടുപ്പിന്റെ പരിധി, ഇതെല്ലാം വെട്ടിക്കുറച്ചിട്ടുണ്ട്. അതുകൊണ്ട് സംസ്ഥാനത്തിന് മുന്നോട്ട് പോകണമെങ്കിൽ പണം കണ്ടെത്തിയേ തീരൂ. അതിനുള്ള രീതിയാണ് വിഭവ സമാഹരണത്തിൽ കൂടുതൽ സേവനങ്ങൾക്കുള്ള നികുതി വർദ്ധിപ്പിക്കൽ. എന്തായാലും കോടതി ഫീസിൽ വർധനവ് ഉണ്ടായിട്ടുണ്ട്. അത് ഈ പരിഷ്കരണ കമ്മീഷന്റെ ശുപാർശയുണ്ടായിരുന്നു, ഇത്തരത്തിൽ പരിഷ്കരണം വേണം. കാരണം കഴിഞ്ഞ കുറേ വർഷങ്ങളായി ആ പരിഷ്കരണം ഉണ്ടായിരുന്നില്ല. ആ പരിഷ്കരണത്തിലൂടെ കൂടുതൽ തുക, 150 കോടി അധിക വരുമാനം അതിലൂടെ ലഭിക്കും എന്ന് കരുതുകയാണ് ധനമന്ത്രി. അതോടൊപ്പം തന്നെ വാഹനങ്ങളുടെ നികുതി, അതിൽ വർധനവുണ്ട്. അതോടൊപ്പം തന്നെ അതിലേറ്റവും പ്രധാനപ്പെട്ടതെന്ന് പറയുന്നത് കോൺട്രാക്ട് കാരേജ് വാഹനങ്ങളുടെ, അത്തരം വാഹനങ്ങൾക്കുള്ള ഒരു ത്രൈമാസ നികുതിയാണ്. അത് പരിഷ്കരണം ഉണ്ടായിട്ടുണ്ട്. ബഹുമാനപ്പെട്ട